വേണ്ട വേണ്ട നോക്കുമ്പോൾ എല്ലാം കൂടി തലേ കയറി നിരങ്ങുമല്ലേ. കുറച്ചു നേരം വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കൂല. എന്താ സജീവ, ആത്മകഥം പറയുവാണോ? അതിനെ നിനക്ക് പറ്റുള്ളൂ, അല്ലാതെ നിന്റെ കൊച്ചിനെ കെട്ടിയോടെ നിലയ്ക്ക് നിർത്താൻ നിനക്ക് കഴിയില്ലല്ലോ. നീ ഒരു പാവത്താനായി പോയോണ്ട് എല്ലാരും നിനക്ക് വില തരാത്തെ. നിന്റെ കൊച്ചു പോലും നിനക്കൊരു വിലയും തരുന്നില്ലല്ലോടാ. എല്ലാവരും നിലയ്ക്ക് നിർത്താനൊക്കെ ഈ സജീവനെ അറിയാം, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. പിന്നെ എന്റെ കൊച്ചിന്റെ കാര്യമാണെങ്കിൽ അവനെ ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും അവനങ്ങനെ പറയാൻ പറ്റില്ല. ഇനി തൊട്ട് കുറച്ച് നിലപാടൊക്കെ നിനക്ക് വേണം സജീവ, അല്ലെങ്കിലുണ്ടല്ലോ അവര് നിന്നെ പിടിച്ച് പൊട്ടം കളിപ്പിച്ചോണ്ടിരിക്കും. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടായി ചേച്ചി പറയുന്നത്, അല്ലാതെ എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഞാനിപ്പോ ഇറങ്ങുക, പിന്നെ എപ്പോഴെങ്കിലും കാണാം. ചേച്ചി പറഞ്ഞതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. ഇനി തൊട്ട് ഞാൻ കുറച്ച് സീരിയസ് ആവണം. ഹരിത ഗ്രാമത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ വളരെയധികം പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കൂടാതെ അനേകം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. വളരെ ദുഃഖകരമായ വാർത്തകളാണ് നമുക്കിപ്പോൾ അവിടുന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ദുഃഖകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ അവിടെ കുറേയധികം മൃഗങ്ങളുണ്ട്. അവർക്കൊക്കെ തന്റെ യജമാനം നഷ്ടമായെന്ന് അറിയില്ലല്ലോ. അവർ അതിനെ തേടി നടക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. നമുക്കിപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹരിത ഗ്രാമത്തിൽ മരിച്ചവരുടെ എണ്ണം 500ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിലും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടാവാമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്റെ പഠിച്ചോനെ, എന്തൊക്കെയായി നടക്കുന്നേ. ഒന്നും അറിയാതെ ഉറങ്ങിയിരുന്ന ആയിരങ്ങൾ ഇപ്പം മണ്ണിന്റെ അടിയിലായത്. അയ്യോ, ഇതൊന്നും കാണാൻ എനിക്ക് പറ്റുന്നില്ല. ഈ സുമ എന്താ വരാത്തെ? എത്ര നേരമായി സ്കൂൾ വിട്ടിട്ട്. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് ഒരു ചിന്തയില്ല മോക്ക്. അല്ല സുമയ, സ്കൂൾ വിട്ടിട്ട് എത്ര നേരമായി? നീ ഇപ്പാണ് വരുന്നേ? ഈ ഉമ്മ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് വിചാരം ആർക്കും ഇല്ല. അത് പിന്നെ ഉമ്മ ഇക്കനെ കൂട്ടാൻ വരാനാ പറഞ്ഞ, പക്ഷെ ഇക്ക വന്നില്ല. ഞാൻ പിന്നെ സ്കൂട്ടി എടുത്തിട്ടാ വന്നേ. ഇക്ക സ്കൂട്ടി കടയിൽ വെച്ചിന്. അവിടെ പോയിട്ട് ഞാൻ എടുത്ത്. പിന്നെ എന്റെ കൂടെ അർപ്പിതം ഉണ്ടായിരുന്നു. ഓനെ വീട്ടിലിറക്കിയിട്ടാ വരുന്നേ. അതാ ഇത്ര ലേറ്റ് ആയേ. വിളിച്ചു വരാൻ മറന്നുപോയി ഉമ്മ. ഈയിടെയായിട്ട് മോക്ക് മറവി നല്ല കൂടുതലാ. ഈ ഇമ്മയുടെ കാര്യം ഒന്നും മോള് ശ്രദ്ധിക്കുന്നില്ല. ഇമ്മ പരാതിയൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല കേട്ടോ. ഞാൻ മോള് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. മോള് വേഗം പോയിട്ട് ഒരു ചായ ഉണ്ടാക്കിയിട്ട് വാ. ഉമ്മ റൂമിലുണ്ടാവും, അവിടെ കൊണ്ടു തരണേ. ഒരു 5 മിനിറ്റ് ഉമ്മ, ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കിയിട്ട് വരാം. ഉമ്മ എന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നതാ. എന്നോട് തന്നെ ചായ ഉണ്ടാക്കാൻ പറയണേ. എന്തൊരു കഷ്ടം ഇത്. പാവം മിനി രാവിലെ നടന്നതെല്ലാം ഓർത്തിട്ട് വിഷമിക്കുവാൻ തോന്നുന്നു. ഒന്നുമില്ലെങ്കിലും എൻ്റെ മോനെ പൊന്നു പോലെ നോക്കുന്നതല്ലേ. അവളെ ആശ്വസിപ്പിച്ചേ പറ്റൂ. മിനി, എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? രാവിലെ നടന്നതെല്ലാം മറന്നേക്ക്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇല്ല സജീവ, ഞാൻ അതൊന്നും ഓർക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. സജീവൻ എന്തോ ബോധമില്ലാതെ പറഞ്ഞതല്ലേ. അതൊക്കെ ഞാൻ കാര്യമാക്കിയിട്ടേ ഇല്ല. എന്നാലും സജീവ മോനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അവന് നല്ല വിഷമമായിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് എന്നോട് പറഞ്ഞു. ഒന്നും കഴിച്ചിട്ടുമില്ല ഉച്ചയ്ക്ക്. ഏയ്, ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. ഇതൊക്കെ ഇവിടെ പണ്ടേ നടക്കുന്ന കാര്യങ്ങളാ. എന്തെങ്കിലും പറയും, പിന്നെ വഴക്കാവും. കുറച്ച് കഴിയുമ്പോൾ വഴക്കെല്ലാം മാറിയിട്ട് ഞങ്ങൾ പഴയ പോലെ നല്ല സ്നേഹത്തിലാവും. മിനിയുടെ മുഖം കണ്ടിട്ട് എന്തോ പറയാനുള്ള പോലെ എന്താണെങ്കിലും പറഞ്ഞോ, ഒരു മടിയും വേണ്ട. അത് പിന്നെ സജീവ, എത്ര നാളെന്ന് വെച്ചാൽ അർപ്പിത് ഇങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. നമ്മളൊക്കെ പിന്നെ ജോലിക്ക് പോകുന്നുണ്ട്. അർപ്പിത് ആകെ സ്കൂളിൽ പോകുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു. അല്ലാതെ പുറത്തൊന്നും അവനെ നമ്മൾ കൊണ്ടുപോകാറില്ലല്ലോ. നമുക്കൊരു യാത്ര പോയാലോ? എങ്ങോട്ടാണെന്നൊക്കെ സജീവൻ തന്നെ തീരുമാനിച്ചോ? അതൊക്കെ സജീവന്റെ ഇഷ്ടം. എങ്ങനെയാണെങ്കിലും ആ മോന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവണം. അതിനെന്താ, പോവാലോ. എങ്ങോട്ടാണെങ്കിലും പോവാം. പക്ഷെ എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് പോകണ്ടേ. എല്ലാവരുടെയും അപ്പൂവിൻ്റെ ഇഷ്ടം നോക്കിയിട്ട് പോകണം. ഇതൊക്കെ അച്ഛന്റെ വെറും അടവല്ലേ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല യാത്ര പോകുന്നതെന്ന് എനിക്കറിയാം. ആന്റി അച്ഛനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനും അച്ഛനെ സപ്പോർട്ട് ചെയ്യണം. ആന്റിയുടെ കൂടെ നിൽക്കാതെ വേറെ വഴിയൊന്നുമില്ല. സുമയ, എത്ര നേരമായി ചായ എടുക്കാൻ പറഞ്ഞിട്ട് നീ ഇതുവരെ ചായ ഉണ്ടാക്കിയില്ലേ? നീ അവിടെ എന്തെടുക്കുക? ചായ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പായസം ഒന്നല്ലല്ലോ ഉണ്ടാക്കാൻ പറഞ്ഞ. ഈ വയസ്സുകാലത്ത് സമയത്ത് ഒരു ചായ ഇട്ട് തരാൻ പോലും എന്റെ മരുമക്ക് സമയമില്ലല്ലോ. എന്തിനാ ഇമ്മ ഇങ്ങനെയൊക്കെ പറയണേ? എല്ലാ ദിവസവും ഞാൻ കൃത്യമായിട്ടെല്ലാം ചെയ്തിട്ടല്ലേ ഇവിടുന്ന് പോകുന്നതും വരുന്നതും എല്ലാം. ഇന്ന് കുറച്ച് ലേറ്റായി, അതല്ല ഇങ്ങനെയൊക്കെ പറ്റിയേ. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങക്ക് കുറ്റമല്ലേ? ഞാൻ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നവളായതുകൊണ്ടല്ലേ ഇങ്ങക്ക് എന്നെ ഇഷ്ടമില്ലാത്ത. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല സുമയ. നീ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറയണ്ട. നീ എന്ത് നോക്കിയിരിക്കുക? പാല് തിളച്ചു പോകുന്ന കണ്ടില്ലോ. സ്റ്റൗ ഓഫ് ആക്ക്. ഈ വലിയ ഉദ്യോഗസ്ഥയാണെങ്കിലും എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്തിട്ട് വേണം നീ പോവാൻ. തിരിച്ചു വരുമ്പോൾ എന്റെ സമയത്തിന് നീ എല്ലാം ചെയ്യാൻ വേണം. നിനക്ക് ഇതൊന്നും സമയത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ എല്ലാം ചെയ്തോളാം. പക്ഷെ എന്റെ വീട്ടിൽ നിൽക്കണമെങ്കിൽ നീ ഇതെല്ലാം ചെയ്തിരിക്കണം. മോള് സമയം കളയാതെ വേഗം ചായ അങ്ങ് ഉണ്ടാക്ക്. എന്റെ പഠിച്ചോനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ നരകത്തിൽ കൊണ്ടിട്ടെ. മടുത്ത് എനിക്ക് ജീവിതം.
സജീവ ടൂർ നമുക്ക് മൂന്നാറിലേക്കോ വാഗമണിലേക്കോ മറ്റോ പോയാലോ? അവിടെ ആണെങ്കിലും നല്ല തണുപ്പുണ്ട്, ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും. അത് ശരിയാ, ആ സ്ഥലങ്ങളൊക്കെ നല്ല രസമാണ്. ഞാൻ കുറേ കാലം മുമ്പ്, ഞാൻ ചെറുതായിരുന്നപ്പോൾ അവിടെ പോയിട്ടുണ്ട്. അന്ന് പിന്നെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നത്തെ ഫോട്ടോ ഒക്കെ പോയി. അല്ലെങ്കിലും ഫോട്ടോ എല്ലാം കാണിച്ചു തരായിരുന്നു. ടൂറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും റിനിയും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ ടൂർ വാഗമണിലേക്കായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകാൻ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ സജീവൻ അറിയാലോ, അന്നൊക്കെ പൈസ ഭയങ്കര കുറവല്ലേ. എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരുന്നു, പൈസയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ടൂറിന് പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അന്നത്തെ പോലെ അല്ലെങ്കിലും ഇപ്പോഴും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന കുറേ പിള്ളേരുണ്ട്. പിള്ളേരൊക്കെ വൈകിട്ടാകുമ്പോൾ കടയിലൊക്കെ പോയിട്ട് ഓരോന്ന് വാങ്ങി തിന്നൂലേ. അപ്പോൾ പൈസ ഇല്ലാത്ത പിള്ളേരുടെ കാര്യമൊന്ന് സജീവൻ ആലോചിച്ച് നോക്കി. ആന്റിക്ക് എന്താ പറ്റിയേ? ഭയങ്കര ശോകം മൂടാണല്ലോ. ടൂറിന്റെ കാര്യമൊക്കെ ഞാൻ പറയുന്നത് കേട്ടായിരുന്നു മുമ്പ്. ടൂർ പോവാണെങ്കിൽ വാഗമണ്ണും പോകണം, മൂന്നാറിലും പോകണം. പിന്നെ പറ്റുവാണെങ്കിൽ സുമയ ടീച്ചറിനെയും കൂട്ടണം. അപ്പു ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. സുമയ ടീച്ചർ നല്ല സ്നേഹമുള്ള ടീച്ചറാണ്. അപ്പുവിൻ്റെ കാര്യമൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ പറ്റുവാണെങ്കിൽ കൊണ്ടുപോകാം നമ്മൾ. അതൊക്കെ നമുക്ക് ആലോചിക്കാലോ. ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്, അവധിക്കാലം വരുന്നതല്ലേ ഉള്ളൂ. ആന്റി രാത്രിയാകുമ്പോൾ സുമയ ടീച്ചറിനെ ഒന്ന് വിളിച്ചു നോക്ക്. ടീച്ചർ എന്താ പറയുന്നതെന്ന് അറിയാലോ. ഇക്കായിരിക്കും മിക്കവാറും വിളിക്കുന്നത്. രാത്രി വിളിക്കാന്ന് പറഞ്ഞല്ലേ. അപ്പുവിന്റെ അമ്മയാണല്ലോ വിളിക്കുന്നത്. എന്താ ഈ നേരത്ത് വിളിക്കുന്നത്?